ഒരു 3 ദിവസം മുമ്പ് രാവിലെ എണീച്ച് പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് എല്ലാ ദിവസത്തെയും പോലെ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വണ്ടി എടുത്തിട്ട് നേരെ വയനാട് പോയിട്ട് വരാമെന്ന്. അപ്പാടന്നെ പിന്നെ ഒരു ബാഗിൽ 2 ടീഷർട്ടും ഒരു ട്രൗസറും എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലിടുന്ന സാധനമൊന്നും എടുത്തിട്ടില്ല. നേരെ ഒരു 11 മണിയാകുമ്പോൾ വയനാടേക്ക് വിട്ട്. ഒരു 1:30, 1:45 വയനാട് എത്തിനെ. രാവിലെ അത്യാവശ്യം നല്ലോണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെ ഇറങ്ങിന്. പക്ഷേ ഉച്ചയാവുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെയല്ലോ പിടിച്ചു നിന്ന് വയനാട് കൽപ്പറ്റ എത്തുന്നവരാ. കാരണം കൽപ്പറ്റ ഒരു സ്പോട്ടിൽ കുറേ കാലമായിട്ട് ഞാൻ പോണം പോണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആടെ എത്തിയിട്ട് നല്ലോണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ആടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്ക്. എന്തായാലും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അനക്കാണെങ്കിൽ ഭയങ്കര വിശപ്പുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അവിടെ കയറുന്ന കാര്യം നടക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ചും കൂടെ അപ്പുറത്ത് തന്നെ വേറൊരു സ്പോട്ട് നല്ല റിവ്യൂ ഉണ്ട്. അപ്പാടനെ വണ്ടി സൈഡാക്കിയിട്ട് നേരെ അങ്ങോട്ട് കയറിയേ. ഇവിടെ എത്തി കൈയെല്ലാം കഴുകി അവിടെ ഇരുന്ന പാടന്നെ ഇവരെന്തോ ഒരു വെൽക്കം ഡ്രിങ്ക് പോലത്തെ ഒരു സാധനം കുടിക്കാൻ തന്നു. ഒരു നീല കളറിലെ. അതൊരു 2 സിപ്പ് കുടിച്ചിട്ട് മെനു നോക്കിയിട്ട് ഞാൻ എൻ്റെ ആദ്യത്തായിട്ട് ഓർഡർ ചെയ്ത് അതാണ് ഈ ചിക്കൻ ടിക്ക ബിരിയാണി. കുറച്ചൊരു തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ചിക്കൻ ടിക്ക മസാല ബസ്മതി റൈസിൽ മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യുന്നത്. അതാണ് ഈ ചിക്കൻ ടിക്ക ബിരിയാണി കേട്ടോ. സംഭവം ടേസ്റ്റെല്ലാം ഉണ്ട്. റൈസെല്ലാം അത്യാവശ്യം സോഫ്റ്റാണ്, പ്രോപ്പറായിട്ട് കുക്കായിട്ടെല്ലാം ഉണ്ട്. പക്ഷേ ചിക്കൻ ടിക്കക്ക് കുറച്ചും കൂടി ഒരു ടിക്കേൻ്റെ ഫ്ലേവർ വന്നിട്ട് ആ ഒരു ചുട്ടെടുത്ത ഒരു ഫീലും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അടിപൊളി ഫീലും ഫ്ലേവറും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അപ്പോൾ ആ ചിക്കൻ ടിക്ക ബിരിയാണി അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ 2 റാപ്പാണ് കഴിച്ചത്. ഒന്ന് ചിക്കൻ റാപ്പാണ്, റുമാലിയിലാണേ വരുന്നത്. മറ്റേത് ബീഫ് ശീഖ് കബാബില്ലേ, അത് വെച്ചിട്ട് വരുന്ന ഒരു റാപ്പാണ്. 2 റാപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബിരിയാണിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. ഇതാണ് ഇവിടുത്തെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ചിക്കൻ ശരിക്കും നല്ലോണം വെന്തിനെ. പിന്നെ റൈസിൻ്റെ താഴെ കിടന്നിട്ട് ദമ്മിൻ്റെ രൂപത്തിൽ നല്ലോണം ഫ്ലേവറിൽ അങ്ങ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ചിക്കൻ്റെ ഫ്ലേവർ തിരിച്ച് റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ലൊരു ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ബ്ലൂ ലഗൂൺ മൊയ്റ്റോ അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷമോ ലേശം മധുരം കഴിച്ചാലെന്ന് വിചാരിച്ചിട്ട് ഇവരെ മെനുവിലുള്ള ഡെസേർട്ട് സെക്ഷൻ നോക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു പിസ്താഷ്യോ ക്രെപ്പ് വിത്ത് സൈഡിലൊരു പഴം ഓർഡർ ചെയ്തിന്. അത് റോബസ്റ്റയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ റോബസ്റ്റ പഴം തന്നെയാണ് കഴിക്കാറ്. അതിൻ്റെ അകത്താവുമല്ലോ കൂടുതൽ ഫൈബറും പിന്നെ പൊട്ടാസ്യമെല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു നോക്കി. ക്രെപ്പിൻ്റെ ഒരു ടെക്സ്ചർ വൈസ് സീനൊന്നുമില്ല, സെറ്റാണ്. പിന്നെ അതിൻ്റെ മേലെയുള്ള പിസ്താഷ്യോ ന്യൂട്ടെല്ല എല്ലാം ആവശ്യത്തിനുണ്ട്. പക്ഷേ ക്രെപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൂടെ വാരി നിറച്ചിനെങ്കിൽ കുറേ കൂടി അടിപൊളി ആയേനേന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെനക്ക് എടുത്ത് ഇവരെ സ്റ്റാഫ് തന്നെ സജസ്റ്റ് ചെയ്ത റൈറ്റാ. സൂഷി ക്രെപ്പ് എന്ന് പറയും ഈ സാധനം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണ് ആദ്യം കഴിച്ച മറ്റേ ക്രെപ്പിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന്. അങ്ങനെ 2 ക്രെപ്പും കഴിച്ചിട്ട് ആകെ മൊത്തത്തിൽ മത്തായി കേട്ടാ. കുറേ ന്യൂട്ടെല്ലയെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വെളിയുന്നുണ്ട് ഞാനവിടെ ഇരുന്നിട്ട്. അപ്പം പിന്നെ എന്തെങ്കിലും ഒന്ന് സ്പൈസി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നമ്മളെ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭയങ്കര ടേസ്റ്റാണെന്ന്. നമ്മളൊരു ചിക്കൻ പൊള്ളിച്ച മന്തി ഉണ്ട്, അതെടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അതെടുത്തോ, പക്ഷേ ലെഗ് പീസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓൻ നല്ല ചെസ്റ്റ് പീസ് തന്നെ കൊണ്ടുത്തന്നിനെ. ഇതിനിപ്പോൾ ആരുമായിട്ട് പങ്കുവെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വേറെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ആ കൊണ്ടുത്തന്ന തളികയുണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കഴിച്ചു നോക്കിയത്. ആദ്യം കുറച്ച് മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ആ പൊള്ളിച്ച ചിക്കനില്ലേ നല്ലോണം മസാലയെല്ലാം ഇട്ടിട്ട് ആ ചിക്കനും മന്തി റൈസും കൂടെ ചേർത്ത് കുഴച്ചിട്ട് കഴിച്ച് പിന്നെ ആ ചിക്കൻ മാത്രം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മന്തി റൈസിൻ്റെ ഫ്ലേവർ കൊള്ളാം. നമ്മൾ ആ കോഴിക്കോട് നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഏകദേശം അതേ ഫ്ലേവറിനുണ്ട്. ചിക്കന് ലേശം ഒരു മുളകിൻ്റെ കുത്തലുണ്ടായിരുന്നേ. പിന്നെ ഒരു തരി മധുരം പോലും ഇടാത്ത പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചതിന് ശേഷമോ ആ ചിക്കനെല്ലാം കഴിച്ചിട്ട് ഒരു നെഞ്ചരിച്ചിൽ. അത്രയും സ്പൈസി ആയിട്ടുള്ള സാധനമെല്ലാം കഴിച്ചിട്ട് അപ്പോൾ അതിനെ ഒന്ന് സെറ്റിലായി കളയാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബബിൾ വാഫിൾ ഓർഡർ ചെയ്ത് ലേശം മധുരാക്കാൻ വേണ്ടിയിട്ട്. ആ ബബിൾ വാഫിൾ കുറച്ചധികം സോഗി ആയിപ്പോയി. അതുകൊണ്ട് അത് അത്ര എനിക്ക് അങ്ങോട്ടൊരു സെറ്റായിട്ടില്ല. പിന്നെ കുറച്ച് കക്കിരിയും കഴിച്ച് ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയും കുടിച്ച്. ഇപ്പോഴത്തേക്ക് ഏകദേശം സമയം വൈകുന്നേരം ആയിന് കേട്ടോ. ഉച്ചയ്ക്ക് കയറിയത് കേട്ടോ. ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. ഇനി ഇതേതാ സ്പോട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അന്നേ ദിവസം രാത്രി ഞാൻ ഇവിടെ തന്നെയാണ് കഴിക്കാൻ വന്നത്. അങ്ങനെ വരാനൊരു കാരണമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും അത് പ്രൊമോഷൻ ആയതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇവിടെ തന്നെ വന്നതെന്ന്. ഒരിക്കലുമല്ല. ഇതിൻ്റെ അടുത്ത് 2, 3 റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫിക്കലായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നവരെ അവിടെ നിൽക്കേണ്ടി വന്നിന്. പിന്നെ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുന്നേരം ഞാൻ ഇവനോട് ചോദിച്ചിന് രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഇവിടെ ഉണ്ടോയെന്നെല്ലാം ചോദിച്ചിട്ട് ഇവൻ കുറച്ച് ഐറ്റംസിൻ്റെ പേരും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി രാത്രി വേറെ എവിടെയെങ്കിലും തേടി പോകണ്ടല്ലോ, ഇതൊന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് രാത്രി ഇവിടെ കയറിയത്. ചെറുതായിട്ടൊരു സ്പൈസി ഫ്ലേവറുള്ള സൂപ്പ് ഊതി ഊതി കുടിച്ചിട്ടാണ് ഇവിടുത്തെ എൻ്റെ രാത്രിയത്തെ കഴിപ്പ് തുടങ്ങിയത് കേട്ടോ. പിന്നെ കുറച്ച് കബാബ്സ് ഓർഡർ ചെയ്തത്. ഉച്ചക്കത്തെ കഴിപ്പ് ഉച്ചക്ക് കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണല്ലോ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ രാത്രി അങ്ങനെ വിശപ്പില്ലാത്തതുകൊണ്ട് രാത്രി ലൈറ്റായിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ. 3 കബാബ്സ് മാത്രമേ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് ചിക്കൻ ടിക്ക കബാബാണ്, ഒന്ന് ഹരിയാലിയാണ്, പിന്നെ ഒന്ന് മലായിയാണ്. അങ്ങനെ ആ 3 കബാബും ആരാംസെ കഴിച്ചു നോക്കി. ചിക്കൻ ടിക്കയും ഹരിയാലിയും ടേസ്റ്റിലുണ്ട്, പക്ഷേ
ആ മലായി ഉണ്ടല്ലോ, അതായിരുന്നേ എൻ്റെ ഫേവറേറ്റ്. അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാണ്ട് അവനോട് പറഞ്ഞു പോവുകയും ചെയ്തു. ടിക്ക എല്ലാം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മലായി ഒരു രക്ഷയില്ല. അന്നേരം ഓൻ എന്നോട് പറഞ്ഞേ, നമ്മളൊരു മലായി ടിക്കേൻ്റെ ഗ്രേവി ഉണ്ട്, അത് ഭയങ്കര ടേസ്റ്റുള്ളതായിട്ടാണ്, ഓൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഓൻ ഇടയ്ക്ക് പാർസലിലാക്കിയിട്ട് വീട്ടിലെല്ലാം കൊണ്ടുപോക്കുന്നുണ്ട്, അവൻ്റെ വീട്ടുകാർക്കെല്ലാം കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അവൻ്റെ ഈ തള്ളു കേട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നീ അതൊരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തു വന്ന്. എന്നിട്ട് പൊറോട്ടേൻ്റെ കൂടെ കഴിച്ചു നോക്കിയേ. പൊറോട്ടയും ഓൻ പറഞ്ഞ ആ മലായി ടിക്കേൻ്റെ ഗ്രേവിയും. ഇതാ ചിക്കൻ പീസ് ഇങ്ങനെ എടുത്തിട്ട് ലേശം ആ ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് കണ്ണ് പൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ സാധനം. നല്ല ക്രീമിയാണേ. പിന്നെ അതിൻ്റെ കൂടെ വന്ന കുറച്ച് പിക്കിളുണ്ടല്ലോ, ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ട് മുളകെല്ലാം ആക്കിയിട്ടില്ല, അത് പൊറോട്ടേൻ്റെ ഇടയിൽ വെച്ച് പിന്നെ ആ മലായി ടിക്കയിലുള്ള ചിക്കൻ്റെ പീസും വെച്ചിട്ട് ഇതാ പൊറോട്ടയോടുകൂടി ഇങ്ങനെ എടുത്തിട്ട് ആ ഗ്രേവി തന്നെ നൈസായിട്ട് മുക്കിയിട്ട് വീണ്ടും 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 ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പൊറോട്ടയും ടേസ്റ്റ് ഉണ്ട്, ആ മലായി ടിക്കേൻ്റെ ഗ്രേവിയും ടേസ്റ്റ് ഉണ്ട്. ഇതന്നെയാണ് പണ്ടേ എൻ്റെ പ്രശ്നം. മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചാൽ അപ്പാടന്നെ എരിവുള്ളത് കഴിക്കണം. ഇനി എരിവുള്ളത് എന്തെങ്കിലും കഴിച്ചാൽ അപ്പാടന്നെ മധുരമുള്ളത് കഴിക്കണം. ഇപ്പം തന്നെ ആ ക്രീമി ആയിട്ടുള്ള മലായി ടിക്ക കഴിച്ചാൽ എനിക്ക് പിന്നെ എന്തെങ്കിലും എരിവുള്ളത് കഴിക്കാനുള്ളൊരു തോന്നൽ. അപ്പാടന്നെ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക മസാലയാണ്. ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല ചിക്കൻ ടിക്ക ബിരിയാണി. അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ചിക്കൻ ടിക്ക മസാല. അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഞാൻ വാങ്ങിയത് നൈസായിട്ടുള്ളൊരു റുമാലി റൊട്ടിയാണ്. റുമാലി റൊട്ടീൻ്റെ കൂടെ കൂട്ടി കഴിച്ചിട്ടും ചിക്കൻ പീസ് തീർന്നിട്ടില്ല. പിന്നെയുണ്ട് 2 പീസ് ബാക്കി. പിന്നെ ആ പീസും ഗ്രേവിയും തീർക്കാൻ വേണ്ടിയിട്ട് ഒരു നൂൽ പൊറോട്ടയും വാങ്ങി. എന്നിട്ട് പിന്നെ ഒരു മധുരം ഇടാത്ത ബത്തക്ക ജ്യൂസും മുന്തിരി ജ്യൂസും കുടിച്ചിട്ട് എല്ലാം ദഹിക്കാൻ വേണ്ടിയിട്ട്, കഴിച്ചെല്ലാം ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗട്ടും കഴിച്ച് അവസാനം കുറച്ച് കട്ട് ഫ്രൂട്ട്സും. ഇതാ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. ഇനി സ്പോട്ട് ഡേ വരുന്നതെന്ന് പറഞ്ഞുതരാം. വയനാട് കൽപ്പറ്റയുള്ള കബാബ് ഷാക്ക. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വയനാട് കൽപ്പറ്റ 1980 ഇല്ലേ, നമ്മളെ അബൂക്കാൻ്റെ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഇത് ഞാൻ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആട്ടെ അവിടുന്ന്. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരി.